ഫ്രൈ ചെയ്ത ലെഗ് പീസ് എന്നും എന്റെ ഫേവറേറ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ അറഞ്ചും പുറിഞ്ഞോ ആ ലെഗ് പീസ് കീറി ശേഷം മസാല തയ്യാറാക്കി ആവശ്യത്തിന് മുളക് പൊടി, ആവശ്യത്തിന് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പുളി എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തു. ശേഷം കുറച്ച് കോൺഫ്ലവർ, കുറച്ച് റവ, ഒരു ക്രിസ്പിനെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് പരുവാക്കി എന്നിട്ട് അറഞ്ചും പുറിഞ്ഞും കീറി വെച്ച് നമ്മുടെ ലെഗ് പീസ് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു. ശേഷം നന്നായിട്ട് മസാലയിൽ കുളിപ്പിച്ചെടുത്തു. എന്നിട്ട് കുറച്ച് ചിക്കനോട് ചേർത്ത് കൊടുത്തു കേട്ടോ. കാരണം വീട്ടിലുള്ള ബാക്കിയുള്ളവർക്ക് ഈഗോടിക്കാൻ പാടില്ലല്ലോ. കൂടുതൽ ഞാൻ നെയ്യോട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാകുമ്പോഴത്തേനും എണ്ണയുടെ അളവങ്ങ് കുറയ്ക്കാമല്ലോ. നെയ്യിൽ എണ്ണ വന്ന് തുടങ്ങിയ സമയത്ത് നമ്മുടെ ലെഗ് പീസ് അങ്ങ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ലോ ഫ്ലെയിമിൽ കുറെ നേരം കുക്ക് ചെയ്തു. കുറെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ നെയ്യിന്റെ അവസ്ഥ ഇതായിരുന്നു കേട്ടോ. നന്നായിട്ട് മുരിഞ്ഞിങ്ങനെ ചുരുങ്ങി വന്നപ്പോഴത്തേനും അതിനെ ആദ്യമേ അങ്ങ് മാറ്റി. എന്നിട്ട് വീണ്ടും നമ്മൾ കുറെ നേരം ലോ ഫ്ലെയിമിൽ നമ്മുടെ ലെഗ് പീസ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. ഇനി ഇത് ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടെ ആദ്യമേ ഇട്ട് കൊടുക്കുമായിരുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഉഷാറായേനെ. അപ്പൊ എന്ത് വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.